തീരുമാനിച്ചിരിക്കുന്നു. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ശ്രീ ജലീൽ, ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയറിനെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് എന്റെ ബില്ല് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്ക്. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ അങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. യെസ് സംസാരിച്ചോ. ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽനെസ് ഉണ്ട്, അങ്ങ് കാണിച്ചിട്ടില്ല. യെസ് അങ്ങ് സംസാരിച്ചോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ മുഹൂർത്തം എത്തുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും. കേരളം ചുരുക്കണം. ഉയരാതിരുന്നത് ദേശീയ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊതുവെ കുറവായതുകൊണ്ടുകൂടിയാണ്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ശ്രീ ജലീൽ ചുരുക്കണം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സാർ, ചില ആശങ്കകളും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഒന്ന്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ ബ്രായ് പറഞ്ഞതുമാതിരി അല്ലത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകനാണ്. ചുരുക്കണം, ഇത് ശരിയല്ല. കാരണം മാനിച്ചിരുന്നു. ഇത് ശരിയല്ല. അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ്. അതങ്ങനെ അവർ അവമാനിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. യെസ് ശ്രീ ജലീൽ ഒന്നവിടെ ഇരിക്കണം. ശ്രീ ജലീൽ ഇബ്രാഹിം പറ. അല്ല സർ, ടി വി ഇബ്രാഹിം പറ. ടി വി ഇബ്രാഹിം പറ. ഒരു നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ ഇതൊന്നുമല്ല. ഞാൻ വ്യാജ ഡോക്ടറൊന്നുമല്ല, വ്യാജ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഇതൊരു ആളെ അങ്ങനെ ഒരു മനോവെച്ച് സംസാരിക്കണ്ട, ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു അങ്ങേ അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വളരെ ഫ്രണ്ട്ലി ആയി പറഞ്ഞതാണ്. അതിന് ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഇബ്രാഹിമെ, ഞാനതൊരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞതാണ്. ഈ എന്റെ കൂടെ MA പഠിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. പ്ലീസ് മിനിസ്റ്റർ ശ്രീ ജലീൽ കൺക്ലൂഡ്. അതിപ്പോ കോളേജ് അധ്യാപകൻ ഞാനായി, പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഹയർ സെക്കൻഡറി അധ്യാപകനുമായി. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ ആകേണ്ട ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ. നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾ, ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ശ്രീ ജലീൽ, ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ആ ചെയറിനെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് എന്റെ ബില്ല് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്ക്. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ അങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. സംസാരിച്ചോ. ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽനെസ് ഉണ്ട്, അങ്ങ് കാണിച്ചിട്ടില്ല. അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. മൈക്ക് അങ്ങേക്കാണ്. അങ്ങേക്കാണ് മൈക്ക്. അങ്ങ് സംസാരിക്കാം. അങ്ങേക്കാ മൈക്ക് തന്നത്. അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. അങ്ങേക്കാണ് മൈക്ക്. അങ്ങ് സംസാരിച്ചു. അങ്ങ് സംസാരിച്ചോ. ശ്രീ KT ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. അങ്ങ് സംസാരിക്കും.